മോർണിംഗ്, വെൽക്കം ടു ഡബ്ലസ് സ്വാതി സാവിത്രി. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് പാളിച്ചകൾ പറ്റിയെങ്കിലും മനസ്സിൽ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതാ വ്ലോഗിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പം ഇന്ന് സാറ്റർഡേ ആണെങ്കിൽ രാവിലെ കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് വന്ന് ഞാൻ ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ചെറുതായിട്ടൊന്നും പാളിപ്പോയോ എന്നൊരു സംശയം. സാറിലെ നമുക്ക് നോക്കാം, ഞാനത് പാളി പോയാലും സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാനിത് രാവിലെ അല്ല ഉച്ചയാറുന്നായിട്ടില്ല, ഒരു 9 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇതായി ചെറിയ പരിപാടിയൊക്കെ ആയിരുന്നു. മുഖത്തെഴുത്തായിരുന്നു രാവിലത്തെ പരിപാടി. അപ്പോൾ അത് ഇത്തിരി പാളിപ്പോയി. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ എന്താ ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കുകയാണ്. എനിക്ക് പിന്നെ ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ കേട്ടോ. ഞാനത് പറയാൻ മറന്നുപോയി. ഹാപ്പി വുമൻസ് ഡേ. ഇന്ന് മാർച്ച് 8 ആണ്. അപ്പോൾ എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് ഓഫീസിൽ. കുറച്ച് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ അടുത്ത പരിപാടികളൊക്കെ കിടക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ പ്രകൃതി രമണീയമായ അന്തരീക്ഷം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ കാച്ചു നിൽക്കുന്ന മാങ്ങ മരം, മാവ്. ഇതാണ് എന്തെങ്കിലും പഞ്ച് ഡയലോഗ് പറയണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ എല്ലാം പോവും. അവിടെ നിന്ന് ഒരാള് കാറോടിച്ച് വരുന്നുണ്ട് കേട്ടോ. കേട്ടോ, പിന്നെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചതാ നമ്മുടെ കുളമാണ്. പിന്നെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കുളമാണ്. നമ്മുടെ കുളം ദേ കെട്ടിച്ച് ചെയറൊക്കെ എടുത്ത് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പക്ഷേ ഇനിയും എനിക്ക് ഇത് കുറച്ചൊന്ന് വലിപ്പം കുറച്ച് കുളത്തിൻ്റെ. അപ്പോൾ അതിങ്ങനെ കിടക്കുകയാണ്. ഇതും മൂടണം തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഇതാണ്. എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ കുളം? നിങ്ങൾക്ക് ഈ കുളം കാണുമ്പോൾ നീന്താനൊരു ആഗ്രഹം തോന്നുന്നില്ലേ? നീന്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇന്ന്? എവിടെ? അവിടെ പോയി റിവേഴ്സ് എടുത്തിട്ട് വരും. Why you are not thinking about swimming? It looks like ചെളിവെള്ളം. We took all the chair from this pond. This is beautiful, but I think there is no nila for this pond. നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് റീൽ എടുത്താൽ കൊള്ളാം അല്ലേ സുനിലേട്ടാ? പക്ഷെ ഞാൻ ഒന്നും പഠിച്ചില്ല. അടുത്ത ആഴ്ച വരുമ്പോൾ പഠിക്കാം ഡാൻസ്. മറ്റേത് വേണം, വേറൊരു റീലിന് ഞാൻ റെഡി. അവിടെ ഒരാള് കാറ് റിവേഴ്സ് എടുക്കാൻ നോക്കണുണ്ടോ? കാണുന്നില്ല. ആരാ? വല്ലിച്ചിനെയാണോ ഹോൺ അടിച്ച് വിളിക്കണേ? വല്ലിച്ചിനെ ഇവിടെ ഹോൺ അടിച്ച് വിളിക്കുക ഒരാള്. എൻ്റെ പച്ചപ്പും ഹരിതാപിയൊക്കെ സൂപ്പറായിട്ടില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇതിട്ടിട്ട് ഇനി നമുക്ക് അപ്പുറത്തൊരു കുളമുണ്ട്, അതും കൂടെ അങ്ങനെ ആക്കിയാൽ സൂപ്പറായിരുന്നു. പക്ഷെ അങ്ങനെ ആക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഞാൻ അടുത്ത പരിപാടിയിലേക്ക് കിടക്കട്ടെ കേട്ടോ വേഗം, അല്ലെങ്കിൽ ഇന്ന് ഒരുപാട് പണികളുണ്ട്. അങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഓഫീസിൽ മാർച്ച് 8 ആയതിൻ്റെ കുറച്ച് പരിപാടികളുണ്ട്. വുമൻസ് ഡേയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. Oh my God. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയാണ്. എത്ര തിരക്കാണെങ്കിലും റീല് മുഖ്യം. ബിഗിലേ ചെരുപ്പ് കാണാനില്ല, ചെരുപ്പാപ്പട്ടെ. എന്തൊക്കെയോ റീലെടുക്കാൻ വന്ന് എന്തൊക്കെയോ റീലെടുത്തിട്ട് പോണു. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും സംഭവം കഴിഞ്ഞു. തലയോടെ കളിക്കാൻ പറ്റാ? ജുഗുനു വേലിക്ക് വേണ്ട ലിസ്റ്റുകള് കഴിക്കണം, അത് പ്രധാനം. ഞങ്ങള് ചാലക്കുടിക്ക് പോവാണ് കേട്ടോ. ചാലക്കുടിയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് ചാലക്കുടിക്ക് പോവുകയാണ്.
ഇവിടെ ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വേലിക്ക് എന്തൊക്കെ വേണമെന്ന്. അപ്പുമാവിന്റെ വേലിയാണ് അത്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. ഞങ്ങളുടെ അപ്പുമാവിന്റെ വേലിയാണ്. അപ്പുമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയൻ ബ്രദർ അപ്പുവിന്റെ വേലിയാണ് അത്. നമ്മൾ നിശ്ചയം കഴിഞ്ഞിട്ട് ഞാൻ വിശദമായ വ്ലോഗ് ഇടുന്നതായിരിക്കും. അതിന് ഞാൻ സാരി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം എന്തായാലും ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം അതിൻ്റെ ബ്ലൗസിൻ്റെ തുണി എടുക്കണം, തയ്ക്കാൻ കൊടുക്കണം, പിന്നെ കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് വഴി എല്ലാം കാണാം. അവിടെ ലിസ്റ്റ് ചെയ്തതാണ്. നമ്മൾ ചാലക്കുടിയിൽ ആദ്യം പോയത് ചുങ്കത്ത് ജ്വല്ലേഴ്സിലാണ് കേട്ടോ. നമുക്ക് വേളിക്ക് പൊന്നണീക്കുക എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. അതായത് പെൺകുട്ടിക്ക് ഒരു സ്വർണം ഇടിയിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ഒരു മാല എന്തെങ്കിലും ഇടിയിച്ചു കൊടുത്താൽ മതി, മാല എന്തെങ്കിലും ഇടിച്ചാൽ മതി. നമ്മൾ താലിക്കൂട്ടം പണിയിക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ താലിക്കൂട്ടത്തിൻ്റെ മോഡൽ കൊടുത്തിട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്, ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഇപ്പൊ നമ്മള് കേറിയ കട ചുങ്കത്താ. ചൂടുണ്ടോ ചൂടു? ചൂടുണ്ടോ ചൂടു? സീറ്റിലൊക്കെ ചൂടുണ്ടോ? വേണ്ട വേണ്ട അവിടെ ചൂടാ, വേണ്ട വേണ്ട അവിടെ ചൂടാ. വീണ്ടും തുറന്നിട്ടു. അയ്യോ സോറി. ഞങ്ങള് ചുങ്കത്തിൽ നിന്ന് ഇറങ്ങി. അടുത്ത പരിപാടി എന്റെ എന്റെ സാരിക്കുള്ള ബ്ലൗസ് എടുക്കണം. അപ്പൊ നമ്മള് കല്യാൺ സിൽക്സിലേക്ക് പോവാണ് കേട്ടോ. അയ്യോ കാണിച്ചാരാ കേട്ടോ. ഇതിന് കയറാൻ പറ്റുമോ? വരുമോ? ഞങ്ങൾ ഇതെന്താ എവിടേക്ക് എത്താ നമ്മള്? ഭയങ്കര കോമഡി. സാരിയുടെ ബ്ലൗസ് എടുക്കുന്നത് ചാലക്കുടി കല്യാൺ സിൽക്സ് എന്നാണ് കേട്ടോ. നമ്മൾ സാരി എടുത്തിട്ടുള്ളത് എറണാകുളത്ത് ജയലക്ഷ്മി എന്നായിരുന്നു. അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. പക്ഷേ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം എല്ലാം ഇങ്ങനെ കൂട്ടി അവിടെ ഇവിടെയൊക്കെ ഇട്ടേക്കുന്നത്. രാത്രിയെ പോയത്, അപ്പോഴത്തേനും എല്ലാം കൂട്ടി ഇങ്ങനെ ഇട്ടേക്കായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തപ്പി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും അടിപൊളി സാധനമായിട്ട് കിട്ടി. അപ്പോൾ അതിന് വേണ്ട ബ്ലൗസ് എടുക്കാനാണ് പോയത്. ഞങ്ങളിതേ ബ്ലൗസ് പീസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. വേറെ ഒന്നും അവിടെ നിന്ന് എടുക്കാനുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഇറങ്ങി. പിന്നെ ജുഗുന് കുറേ നേരമായി ബിരിയാണി എന്ന് പറയണം. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തുള്ള മോഡി ബേക്കറിയിൽ കയറിയിട്ട്, ബേക്കറി അല്ല അതിപ്പോൾ ലൈവ് റെസ്റ്റോറൻ്റാണ്, ഫുഡ് റെസ്റ്റോറൻ്റാണ്. നമ്മൾ കല്യാൺ സിൽക്സ് എന്നൊക്കെ ഇറങ്ങിയിട്ട് കല്യാൺ സിൽക്സ് തന്നെ നമ്മുടെ ഇതിട്ടു, കാർ അവിടെ തന്നെ ഇട്ടു. നമ്മൾ വെയിൽ കൊള്ളാണ്ട് തണുപ്പത്ത് അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അത് തൊട്ടപ്പുറത്തുള്ള മോഡി ലൈവ് ഫുഡ് കോർട്ട്, മോഡി ലൈവ് ഫുഡ് കോർട്ട് അവിടെ വന്നേക്കാണ് കേട്ടോ. ചുരുളി ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നേക്കാണ്. ആ വെള്ളം ഒഴിച്ചു തരാം, അവിടെ വെക്കൂ അമ്മ, ഒഴിച്ചു തരാം. വന്നേക്കാണ്. അവിടെ എത്തിയപ്പോൾ ബിരിയാണിയൊക്കെ മാറി ബർഗറായി കേട്ടോ. ഡാഡ ബർഗർ ഓർഡർ ചെയ്യാൻ പോയപ്പോൾ തന്നെ ചുഗുനന് ബർഗർ മതി എന്ന് പറഞ്ഞിട്ട് ബർഗറൊക്കെ ഓർഡർ ചെയ്തു. മുഴുവനൊന്നും കഴിക്കില്ല, എന്തൊക്കെയോ കഴിക്കും, അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ചുഗുനന് ഒരു ചോക്ലേറ്റൊക്കെ വാങ്ങി നമ്മൾ ഇറങ്ങി. പിന്നെ അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ കയറിയതാണ്. പക്ഷേ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഒന്നും വാങ്ങിച്ചില്ല, അങ്ങനെ തന്നെ തിരിച്ചു പോന്നു. പിന്നെ നമ്മൾ വേറെ കടയിലൊന്നും കയറാൻ നിന്നില്ല, നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അയ്യോ കല്യാണോ ഇല്ലല്ല അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളിതേ തിരിച്ചെത്തി സാധനങ്ങൾ വാങ്ങിച്ച് കാറിൽ വെച്ച് മറന്നു. ഇനിയിപ്പം ഞാൻ ഇവിടെ തന്നെ തയ്ക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചേ. ആ ഒരു വാങ്ങിച്ച ബ്ലൗസിൻ്റെ തുണി കാണിച്ചു തരാം. കണ്ടോ? കണ്ടില്ലല്ലേ? കണ്ടോ? പ്ലെയിൻ സാധനം. അപ്പോൾ അത് പക്ഷേ അതിന് തന്നെ 1060 രൂപയ്ക്ക്. അപ്പോൾ ഇനി ചാലക്കുടിയിൽ തയ്ക്കാൻ കൊടുക്കുമ്പോൾ അതിന് വീണ്ടും ആവും അത്രയും പൈസ. അപ്പോൾ വിചാരിച്ചു ഇവിടെ അടുത്ത് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ലഞ്ചൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് നല്ലോണം ഉറങ്ങണമെന്നുണ്ട്, പക്ഷെ പറ്റും തോന്നുന്നില്ല.
നമുക്കിനി പാടൂർക്ക് പോകണം. അപ്പം 2 ആൾക്കാർ ഇവിടെ ഉണ്ട്. എന്താ പറയണേ നോക്കട്ടെ കേട്ടോ. എന്താ ഇവിടെ എന്താ ഇവിടെ അയ്യതെന്തൊക്കെ അറിയണേ ഇതൊക്കെ കറിയണ ചൂട്. എന്താ പറ്റിയേ? എന്താ ഡാഡ എന്താ പറഞ്ഞേ? ഡാഡ തല്ലിയോ? എന്തിനാ തല്ലിയേ? ഞങ്ങൾ ഫൈറ്റ് കളിക്കായിരുന്നു. ഫൈറ്റ് ചെയ്ത് കളിച്ചതാ? പോലീസ് കല്ല് കളിക്കുമ്പോൾ ആ ചൂണ്ട് വണ്ടിയിലിട്ട് ജുനുന്റെ വണ്ടി എടുത്താ? ജുനു ആരായിരുന്നു? പോലീസിന്റെ വണ്ടി കള്ളം കൊണ്ടുപോയി അല്ലേ? തിരിച്ചു കൊടുക്കൂ കള്ള, തിരിച്ചു കൊടുക്കൂ. കള്ളനല്ല, ജുനു പോലീസല്ലേ? ജുനുന്റെ എപ്പോഴേ കൊടുത്തു. പിന്നെന്താ? പിന്നെ ദാദാ വണ്ടി കൊണ്ട് കളഞ്ഞു. ആണോ? അപ്പൊ ഈക്വൽ ആയില്ലേ? കോംപ്രമൈസ്. നമ്മുടെ ഫ്രണ്ട് ഞങ്ങളെ ഫ്രണ്ട്സാണ് കേട്ടോ. ഞങ്ങളെ ഫ്രണ്ട്സാണ്. ഞാനപ്പോ ഇതൊക്കെ ഒന്ന് തയ്ക്കാൻ വേണ്ടി കൊടുക്കാൻ പോവും. അത്രയ്ക്ക് വേണ്ടല്ലേ, തയ്ക്കാൻ കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ചേച്ചിട്ടല്ലാണ്. ചേച്ചി അടിപൊളിയായിട്ട് തയ്ക്കും. പാട് വെച്ച് തയ്ക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ബ്ലൗസൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പം സാരില്ല എന്ന് വിചാരിച്ചു. ഞാൻ ഇത്തവണ അവിടെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങോട്ട് കൊടുക്കാം എന്ന് വിചാരിക്കാം. കൊടുത്തിട്ട് വന്നിട്ട് അവിടെ കൊടുത്തിട്ട് വന്നിട്ട് വേണം പാടൂർക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇവിടെ മാത്രം കണ്ടുവരുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. വീടിനകത്ത് മുഴുവനും നമ്മൾ താക്കോൽ അന്വേഷിക്കും, വണ്ടിയുടെ കാണില്ല. ലാസ്റ്റ് ഡേ ഇവിടെ കണ്ടോ, വണ്ടിയിൽ തന്നെ താക്കോലുണ്ടായിരിക്കും. തയ്ക്കാൻ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ നമുക്ക് ത്രെഡ് ചെയ്യാറുണ്ട്. ഞാൻ സ്ഥിരം ത്രെഡ് ചെയ്യാൻ പോണ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറിയിരിക്കുകയാണ് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചേച്ചി കുറച്ച് തിരക്കായിരുന്നു. പക്ഷേ സൈഡിൽ കൂടെ ഞാൻ അങ്ങോട്ട് ത്രെഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ത്രെഡ് ചെയ്ത് പോരുകയാണ് കേട്ടോ. ഇനി നമുക്ക് തിരിച്ച് പാടൂർക്ക് പോകണം. അതിനുള്ള ഒരുക്കങ്ങളാണ്. മാപ്പ് നമ്മൾ പാടൂരെത്തി ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ ഇവിടെ സ്നാക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാട്ടോ. നോമ്പുള്ള വിഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് സ്നാക്ക് ഇവിടെ നമ്മൾ മിക്കവാറും അങ്ങനെ തന്നെ പതിവ് പുറത്തുനിന്ന് വാങ്ങിക്കും. പിന്നെ ഇപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടേ, ഈ സ്നാക്കുകളുടെ പ്രത്യേകത എന്താണെന്നല്ലോ, ഇത് കഴിക്കുന്നതോടെ നമുക്ക് ചായ കുടിക്കാനുള്ള ടെൻഡൻസി കൂടും. ചായ വേണം തോന്നും, ദാഹം കൂടും. അപ്പോൾ അതാണ് മാർക്കറ്റിംഗ് ട്രിക്കെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി. അത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ തിരിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് വീണ്ടും നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മളിടയ്ക്ക് ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ അടുത്തൊരു കടയുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, എല്ലാ പാടത്തിൻ്റെയും കരയിലൊരു ചായക്കട, അവിടെ ചായ കുടിക്കാൻ ആൾക്കാർ വന്നിരിക്കുന്നു, പാടം നോക്കിയിരിക്കുന്നു, പുഴയുണ്ടെങ്കിൽ പുഴ നോക്കിയിരിക്കുന്നു. ആ സെയിം സെറ്റപ്പ് തന്നെ ഇവിടെയാണ് ചായക്കട. അപ്പം നമ്മളവിടെ ചായ കുടിക്കാൻ വന്നതാണ്. അപ്പം നമ്മൾ 3 പേരും ഹോർലിക്സ് അല്ലെങ്കിൽ ബൂസ്റ്റ് കുടിക്കുക എന്നുള്ള പ്ലാനിലാട്ടോ. ചായ നമ്മൾ ഓൾറെഡി കുടിച്ചതാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് വന്നതാണേ. ഞാനിവിടെ ഹെൽത്തി ആൻഡ് യമ്മി ഓട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. ചോറാട്ടോ, ഇത് ഹെൽത്തി ആണോ എന്ന് അറിയില്ല. ഇപ്പം ഓട്സ് അത്ര ഹെൽത്തി ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല വീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതത്ര ഹെൽത്തി ഒന്നുമല്ല. കാരണം ഞാനിതിൽ മധുരത്തിന് വേണ്ടി ആക്ച്വലി പനം കൽക്കണ്ട ഇട്ടിട്ടുണ്ട്. പനം കൽക്കണ്ട നമ്മൾ കുട്ടികൾക്ക് കഫക്കെട്ടൊക്കെ കുറയാൻ വേണ്ടിയിട്ട്, കഫം ഉണ്ടാവില്ല പൊതുവേ മധുരം കഴിക്കുമ്പോൾ ചെറുതായിട്ട് കഫക്കെട്ട് കൂടും. അപ്പം കഫക്കെട്ടൊക്കെ കുറയാൻ വേണ്ടിയിട്ടൊക്കെ പനം കൽക്കണ്ട നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പം ആ സംഭവം ഇവിടെ ഉള്ളത് ഞാൻ ഇട്ടിട്ട് ആണ്. ഇതിൽ ഇത്തിരി ഒരുപാടൊന്നുമല്ല, കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് ഭയങ്കര ഹെൽത്തി ഒന്നുമല്ല, പിന്നെ അത്രയ്ക്ക് ഹെൽത്തി അല്ല, അത്രേ ഉള്ളൂ. ഞാൻ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ ഡിന്നർ. ഓൾമോസ്റ്റ് പ്രിപ്പയർഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. ഗുഡ് നൈറ്റ്. സൈനിങ് ഓഫ് സ്വാതി സാവിത്രി.